ഗാസയിൽ സംഭവിക്കുന്ന സ്ഥിതിഗതികൾ അത് അങ്ങേയറ്റം ഗുരുതരമായി തന്നെ നിൽക്കുകയാണ്. ഗാസയിൽ കഴിഞ്ഞ 48 മണിക്കൂറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 390 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം വെടിനിർത്തൽ നടപ്പാക്കിയില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഗാസയിൽ 5 ലക്ഷം പേർ കൊടും പട്ടിണിയിലാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,000 കടന്നു. ശില്പ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശില്പ. ഗുഡ് മോർണിംഗ് കാവ്യ. ഗാസയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മുന്നറിയിപ്പുകൾ ശക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കിയിരുന്നു. വിട്ടുനിൽക്കേണ്ടവരൊക്കെയും വിട്ടുനിന്ന ഒരു ഘട്ടം ഉണ്ട്. ഇപ്പോഴും ഈ ഒരു വെടിനിർത്തലിനെ അനുകൂലിക്കാത്ത രാജ്യങ്ങളുണ്ട് എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനിടയിൽ മുന്നറിയിപ്പുകൾ ഇത്രയധികം പേർ കൊടും പട്ടിണിയിലാകും, ഇത്രയധികം പേർ കൂടുതലായി മരിച്ചു വീഴും എന്നതടക്കമുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തി ഈ വെടിനിർത്തൽ എന്ന ഒരു ആവശ്യത്തിലേക്ക് കൂടുതൽ ശക്തമായി ലോകരാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെയും പോകുന്നുണ്ടോ? കവ്യ, വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു UN രക്ഷാസമിതി ഈ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒക്ടോബർ 7-നായിരുന്നു ഇത്തരത്തിൽ ഈ ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയത്. അതിന് ഒരു തരത്തിലുമുള്ള അയവ് വരുത്താതെ ഇടയ്ക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഒരാഴ്ച വെടിനിർത്തൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ആക്രമണം രൂക്ഷമാക്കിയ സാഹചര്യമാണുള്ളത്. ഇസ്രായേൽ വലിയ തോതിൽ ഗാസയ്ക്ക് മേൽ ഈ വെടിനിർത്തൽ തുടങ്ങി. വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുവരെ 20,000-ലധികം പേരാണ് ഈ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. വലിയ തോതിൽ 6,000-ലധികം കുഞ്ഞുങ്ങൾ മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള കണക്കുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രമേയം പാസ്സായപ്പോൾ തന്നെ അതിൽ വലിയ തോതിലുള്ള ഒരു ഭിന്നത രൂപപ്പെട്ടിരുന്നു. ഈ കൂടുതൽ സഹായം എത്തിക്കാനും അതോടൊപ്പം തന്നെ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഈ പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ ഈ വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് ആക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഈ വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു UN രക്ഷാസമിതി അവരുടെ പ്രമേയം പാസ്സാക്കിയത്. ഇത്തരത്തിൽ ഈ ആദ്യമായിട്ടാണ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാവുന്നത്. ഈ അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു പ്രമേയം. അത് ഒഴിവാക്കാനായി ഈ പലതവണ ഈ പ്രമേയത്തിൽ വലിയ തോതിലുള്ള ഈ പ്രതിഷേധമൊക്കെ വന്നിരുന്നു. അതിനുശേഷം അതേസമയം ഈ പ്രമേയം സംബന്ധിച്ച് പലസ്തീൻ അതോറിറ്റിയും ഈ ഗാസയിലെ ഈ ഭരണ സംവിധാനവും തമ്മിലുള്ള വലിയ ചർച്ചകളും നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന അടക്കം വ്യക്തമാക്കുന്നത് ഇനിയും ഇസ്രായേൽ ഈ ഒരു ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ, ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ഈ ഗാസയിലെ ജനങ്ങളുടെ സ്ഥിതി വളരെ പരിമിതമായി പോകുമെന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, നിരവധി ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ അടക്കം കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം അവിടുത്തെ ആളുകൾക്ക് തിങ്ങിപ്പാർക്കുന്ന ഈ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം തിങ്ങിപ്പാർക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. ഈ സഹായം എത്തിക്കാനായിട്ടുള്ള വാഹനങ്ങളിൽ ഈ ഭക്ഷണം എത്തുമ്പോൾ ആളുകൾ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. ഈ ആളുകൾ ഈ ഭക്ഷണത്തിന് വേണ്ടി ഈ വാഹനങ്ങൾക്ക് പുറകെ ഓടുന്ന ദൃശ്യങ്ങളൊക്കെ വലിയ തോതിൽ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു. അത്തരത്തിൽ ദയനീയമായ കാഴ്ചകളാണ് ഓരോ ദിവസവും ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. ആശുപത്രികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. നമുക്കറിയാം, അൽഷിഫ അടക്കമുള്ള ആശുപത്രികൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ നിന്ന് ആശുപത്രികളടക്കം ഇതുവരെയും കരകയറിയിട്ടില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. നിരവധി ആളുകൾ അവിടെ ഉണ്ട്, ഇപ്പോഴും ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായും അവിടുത്തെ ഈ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ തകരാറിലായിരിക്കുകയാണ്. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആശുപത്രികളടക്കം ഇത്തരത്തിൽ ഈ വൈദ്യുതി അടക്കം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിൽ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ലോകരാജ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഈ ഗാസയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളും പ്രതിഷേധ റാലികളും ഒക്കെ സംഘടിപ്പിക്കുന്ന കാഴ്ചയുണ്ട്. എന്നാൽ ഈ ഒരു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തലിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല. പൂർണ്ണമായും വെടിനിർത്തൽ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി
ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു എപ്പോഴും വ്യക്തമാക്കുന്നത് പോലെ ഈ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നത് വരെ ഈ യുദ്ധം തുടരുമെന്ന് തന്നെയുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. നമുക്ക് അറിയാം, ഈ റാഫ അതുപോലെ തന്നെ ഈ അഭയാർത്ഥി ക്യാമ്പുകൾ അടക്കം ഈ വടക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത ആളുകൾക്ക് എല്ലാം നേരെ വലിയ തോതിലുള്ള റോക്കറ്റ് ആക്രമണം ഉണ്ടാവുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. ഇന്നലെ 79 പേർ, ഒരു കുടുംബത്തിലെ 79 പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്. ഈ 16 വീടുകളിലായി താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ 79 പേരാണ് ഇന്നലെ ഈ ഒരു ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെക്കൻ ഗാസയിൽ അടക്കം ഇന്നലെയും വലിയ തോതിൽ ബോംബാക്രമണം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഖാൻ യൂനിസിലെ നുസൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായി. ഇവിടെ ആരോഗ്യ സംവിധാനമാകെ തകർന്ന നിലയിലാണുള്ളത്. ഈ മൃതദേഹങ്ങളൊക്കെ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ കൃത്യമായി സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം, മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ഈ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഈ മൃതദേഹങ്ങൾ അടക്കം ഈ കുഴിച്ചു മൂടുന്നൊരു സാഹചര്യം ഒക്കെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ദയനീയമായ കാഴ്ചകൾ തന്നെയാണ് അവിടുന്ന് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ UN ഏജൻസികൾക്ക് സ്വതന്ത്രമായി അവിടെ പ്രവർത്തിക്കാനാകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 37 മനുഷ്യാവകാശ സംഘടനകൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തയച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഗാസയിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഗാസയിൽ വലിയ തോതിൽ ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ ഇപ്പോഴും അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി ശില്പ, സമഗ്രമായ വിവരങ്ങളാണ് ഇപ്പോൾ ശില്പ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പങ്കുവച്ചത്. ശില്പ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കാൻ സാധ്യതയുള്ളതാണോ എന്ന ഞെട്ടലിൽ കൂടി മാത്രമേ കേൾക്കാനാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 79 പേർ കൊല്ലപ്പെടുന്ന സ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ സംബന്ധിച്ചിടത്തോളം അത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഭക്ഷണത്തിന് പിന്നാലെ ഓടുന്ന മനുഷ്യരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ ഏറ്റവും സങ്കടകരമായ ദൃശ്യങ്ങൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇനിയെങ്കിലും ഒരു വെടിനിർത്തൽ എന്നൊരു ഘട്ടത്തിലേക്ക് പൂർണ്ണമായും, താൽക്കാലിക വെടിനിർത്തലല്ല, പൂർണ്ണമായും ഒരു വെടിനിർത്തൽ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ കാര്യങ്ങളിലേക്ക്, അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവത്തിലേക്ക് എത്തണമെന്ന ആവശ്യം കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടന. പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ 5 ലക്ഷത്തിലധികം പേർ കൊടും പട്ടിണിയിലാകുമെന്നതടക്കമുള്ള മുന്നറിയിപ്പും ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്.